സനിത്തിന് അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഇതിലേത് കഥയാ മോൻ അമ്മ പറഞ്ഞു തരണ്ടേ? ഈ കഥയാ? കഥയുടെ പേര് രണ്ട് പാത്രങ്ങൾ. എന്താ? കാറ്റും മഴയുമുള്ള കാലമായിരുന്നു അത്. കാറ്റും മഴയും ഇപ്പോഴുള്ള പോലത്തെ കാറ്റും മഴയും എല്ലാം ഉള്ള ഒരു സമയമായിരുന്നു അത്, ഒരു കാലമായിരുന്നു അത്. മഴ പെയ്ത് നാടെങ്ങും വെള്ളം പൊങ്ങി. മഴ പെയ്തിട്ട് നാടെല്ലോ വെള്ളം പൊങ്ങി. പലതും വെള്ളത്തിൽ മുങ്ങി. ഒരു വീട്ടിൽ ഒരു മണ്ണുപാത്രവും ഒരു ചെമ്പു പാത്രവും ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ എന്തെല്ലാം പാത്രമുള്ളേ? ഒരു മണ്ണുപാത്രവും ഒരു ചെമ്പു പാത്രം. ഇതാ ഇത് മണ്ണുപാത്രം, ഈ ബ്രൗൺ കളറുള്ള ഇതാ ഇത് ചെമ്പിന്റെ പാത്രം. അപ്പൊ ഒരു മണ്ണുപാത്രം ഒരു ചെമ്പു പാത്രം. ചിത്രത്തിൽ കണ്ട രണ്ടും വെള്ളത്തിൽ ഒഴുകി ഒഴുകി ഒരു നദിയിലെത്തി. ഈ വീട്ടിലെ കണ്ട വീട്, ഈ വീട്ടിലെ ഒരു മണ്ണ് പാത്രവും ഒരു ചെമ്പു പാത്രവും വെള്ളത്തിലൂടെ ഒഴുകിയിട്ട് നദിയിലെത്തി. നദി കണ്ട ഈ നദിയിലേക്ക് എത്തി. അപ്പോൾ ചെമ്പു പാത്രം മൺകലത്തെ വിളിച്ചു പറഞ്ഞു. ചെമ്പുപാത്രം എന്താക്കി? ഈ ചെമ്പുപാത്രം മൺകലത്തെ വിളിച്ചിട്ട് പറയും, സുഹൃത്തെ, നിന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്, നീ വളരെ ദുർബലനാണ്, എൻ്റെ അടുത്തേക്ക് വന്നോളൂ. അപ്പൊ എന്താ പറയാ? സുഹൃത്തെ, ചെമ്പുപാത്രം പറയൂ മണ്ണുപാത്രത്തിനോട്, ഇനി എൻ്റെ അടുത്തേക്ക് വന്നോളൂ, നീ വളരെ ദുർബലനാണ്. ദുർബലൻ എന്ന് പറഞ്ഞാൽ അറിയാം, ദുർബലനാണെന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയൊന്നും ഇല്ലാത്ത, ഇനി വേഗം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇനി എൻ്റെ അടുത്തേക്ക് വേഗം വന്നോ, നിന്നെ ഞാൻ രക്ഷിക്കാന്ന് പറയും. അപ്പൊ മൺകൽ എന്തു പറയൂ? നിന്റെ ദയക്ക് നന്ദി, നീ ഇങ്ങനെ ചോദിച്ചതിന് നന്ദി സുഹൃത്തെ, എന്നാലും ഞാൻ നന്ദി എന്ന് പറഞ്ഞു. അപ്പോ പറയും, സുഹൃത്തെ, എന്നാലും ഞാൻ നീന്തി കര പറ്റിക്കോളും, നീ ചോദിച്ചതിന് നന്ദി, ഞാൻ പക്ഷെങ്കിലും നീന്തിയിട്ട് എങ്ങനെയെങ്കിലും കരയിലെത്തിക്കോളും എന്ന് പറയും. ആരാ പറയാ? ആരേന്ന് പറയാ? ഞാൻ മൺപാത്രം പറയൂ, നീ ചോദിച്ചതിന് നന്ദി, ഞാൻ എങ്ങനെയെങ്കിലും നീന്തിയിട്ട് കരയിലെത്തിക്കോളും എന്ന് പറയും. അങ്ങനെ മൺപാത്രം എന്തായി? നദിയുടെ തീരെ ലക്ഷ്യമാക്കി നീന്തി തുടങ്ങി. മൺപാത്രം വേഗം കരയ നോക്കി നോക്കി നീന്തും. പക്ഷെ ചെമ്പുപാത്രം എന്തായി? ചെമ്പുപാത്രം എത്ര നീന്താൻ ശ്രമിച്ചിട്ടും വെള്ളത്തിൽ ആടി ഇളകി ഉള്ളിൽ വെള്ളം നിറഞ്ഞു. ചെമ്പുപാത്രത്തിന് എന്താവുന്നില്ല, നീന്താൻ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി. എന്നിട്ട് ചെമ്പുപാത്രം എന്തായി? വെള്ളത്തിൽ മുങ്ങിപ്പോയി. മൺപാത്രം എന്താക്കി? തീരത്തേക്ക്, മണ്ണുപാത്രം തീരത്ത് എത്തി. അപ്പൊ എന്താ ഇതിന്റെ ഗുണപാഠം? എന്താ? കാഴ്ചയിലല്ല ദൗർബല്യം. നമ്മൾ കാണുന്നേരം അയ്യോ ഒന്നിനും പറ്റൂല എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ അവരായിരിക്കും കാണാൻ നല്ല ഭംഗിയിലേക്കാളും ഉഷാറ്. ഈ ചെമ്പുപാത്രം കാണാൻ നല്ല ഭംഗിയല്ലേ, പക്ഷേങ്കിൽ അതിന് കരയിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേങ്കിൽ മൺപാത്രം കാണാൻ കറുത്തിട്ടല്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ബ്രൗൺ കളറില്, കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അതിന് കരയിലെത്താൻ പറ്റി അല്ലേ? അപ്പോൾ കഥ മനസ്സിലായ?